ഭീഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കൂടി നിന്ന് തൊഴുത കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുസ്മിത കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അന്നേരം താഴെ നിൽക്കുന്ന രോഹിത്തിനെ കണ്ട് സുസ്മിത സത്യഭാമയുടെ പിറകിലേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് നോക്കുമ്പോൾ സുസ്മിതയെ കാണുന്നില്ല. തുടർന്ന് നമുക്ക് പോകാം, പെട്ടെന്ന് പോകാം, എന്തോ ഒരു വല്ലാത്ത തലവേദന, പ്രസാദം പിന്നെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും കൊണ്ട് നിർബന്ധിച്ച് അമ്പലത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുകയാണ് സുസ്മിത. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ആൽത്തറമൂട്ടിലെത്തുമ്പോൾ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അതേന്ന് സത്യഭാമയും പറഞ്ഞ് സത്യഭാമ അവിടെ ഇരിക്കുകയാണ്. അന്നേരം ഈ സുസ്മിതയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഇവരുടെ ദേഹത്ത് ഏതോ പിശാച് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന്. അത് പതിയെ ശാലിനിയോടാണ് പറയുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇവള് തന്നെയാണ് ഒരു പിശാചെന്ന്. അത് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ആൽത്തറയിൽ ഇരിക്കാതെ വീണ്ടും പോകാമെന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം തൊഴുത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കുറച്ച് സമയം ഇരുന്നിട്ടേ പോകാവൂ എന്നാണ് എല്ലാവരും പറയാറ്. ഇരിക്കും മോളെ എന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചിരുത്തുന്നുണ്ട് സത്യഭാമ. അന്നേരം സുസ്മിതയുടെ വെപ്രാളവും പരവേശവും ഒക്കെ ശാലിനി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും അവിടെ ഇരിക്കുമ്പോൾ രോഹിത് അതുവഴി നടന്നു പോവുകയാണ്. അന്നേരം രോഹിതിനെ കണ്ട് പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് വെപ്രാളപ്പെടുകയാണ് സുസ്മിത. അന്നേരം എന്തു പറ്റി മോളെ എന്ന് ഭാമ ചോദിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞില്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തീരും മുമ്പേ സുസ്മിത അങ്ങ് ഓടി പടിക്കെട്ടൊക്കെ ഓടി ഇറങ്ങി പെട്ടെന്ന് കാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ് വെപ്രാളപ്പെട്ട്. അന്നേരം പടിക്കെട്ടിനെ അടുത്ത് മുകളിലെത്തുമ്പോൾ ഭാമ തിരക്കുന്നുണ്ട്, ഇവൾ എങ്ങോട്ട് വരുന്ന കണ്ടല്ലോ, പിന്നെ ഇതെവിടെ പോയിന്ന്. അന്നേരം അവൾക്ക് തിരക്കല്ലേ, അവൾ കാറിനകത്തെ അടുത്ത് എത്തിക്കാണുമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ഓടിപ്പോയി കാറിലിരിക്കുന്ന സുസ്മിത ഒളിച്ചിരിക്കുന്ന പോലെയാണ് കാറിൽ സാരിയൊക്കെ മറച്ചിരിക്കുന്നത്. തുടർന്ന് ഇതേ സമയം വിഷ്ണുവും ശാലിനിയും ഭാമയും കൂടി പടിക്കെട്ട് ഇറങ്ങുമ്പോഴേക്കും ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ രോഹിത് എത്തുന്നുണ്ട്. പക്ഷേ സുസ്മിതയെ കാണുന്നില്ല. വിഷ്ണുവിനെയും ശാലിനിയും ഭാമയും മാത്രമേ രോഹിത് കാണുന്നുള്ളൂ. തുടർന്ന് വിഷ്ണുവുമൊക്കെ കാറിനടുത്തേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് ഇവൾ ഇരിപ്പുണ്ടെന്ന് വിഷ്ണു ഭാമയോട് പറയുകയാണ്. അന്നേരം ഇതിനകത്തുണ്ടോ, എങ്കിൽ കയറ്, നമുക്കെല്ലാം പോകാമെന്നും പറഞ്ഞ് എല്ലാവരും കയറുകയാണ്. അന്നേരം ഫ്രണ്ട് സീറ്റിലേക്ക് ഭാമ കയറിയ ശേഷം തിരിഞ്ഞു നോക്കി സുസ്മിതയോട്, എന്താ സുസ്മിത, എന്താ വെപ്രാളപ്പെടുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആൻറ്റി എന്ന് സുസ്മിത ഭാമയോട് പറയുകയാണ്. അന്നേരം ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു കളിയാക്കുന്നുണ്ട്. പക്ഷെ അന്നേരവും സുസ്മിതയെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ് ശാലിനി. ഇതേസമയം അമ്പലത്തിൽ നിൽക്കുന്ന രോഹിത്, ഇങ്ങോട്ട് വരുമെന്നാണല്ലോ സിദ്ധം പറഞ്ഞത്, പിന്നെ ഇവളിത് എവിടെ പോയി, എങ്ങോട്ട് പോയാലും നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ രോഹിത് നിന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിൽ ശാരിക്ക് കിട്ടിയ ആദ്യത്തെ ഓർഡർ എല്ലാം വേണ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കി കൊടുക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് അത് പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി ഓരോരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വാഴയിലയിൽ തിന്നുന്നതിൻ്റെയും പൊതിഞ്ഞു കെട്ടുന്നതിൻ്റെയും ഒക്കെ ഗുണങ്ങളെക്കുറിച്ച്. ഇത് വല്ലവർക്കും കൊടുക്കുന്നതല്ലേ, നമ്മൾ ഇത്രയ്ക്കൊക്കെ ശ്രദ്ധിക്കണോ, നമുക്ക് കാശ് മാത്രം പോരെ എന്നൊക്കെ വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ, അന്നമുണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കൊടുക്കുന്നതിനും ഒരു നീതി വേണം, ആദ്യം ലാഭമൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരദ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയലക്ഷ്മിക്ക് അങ്ങോട്ട് ആദ്യം ഇഷ്ടപ്പെടുന്നില്ല. ഇതേസമയം പാഴ്സല് കൊണ്ടുപോകാൻ വന്ന ആളിനോട് കൃഷ്ണൻകുട്ടി അങ്ങ് വീമ്പിളക്കുകയാണ്. നമ്മൾ പഴയ പാചകക്കാരാണ്, കൃഷ്ണൻ പോറ്റിയുടെ പാചകം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് വലിയ ബെഡായി പറയുന്നുണ്ട്. അത് അദ്ദേഹത്തെ കേൾക്കുന്ന ആളിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പക്ഷെ അയാൾ കേട്ട് സഹിച്ചങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഓട്ടോയിൽ വെച്ച ശേഷം അയാൾ കൃഷ്ണൻകുട്ടിയോട് എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ വിജയലക്ഷ്മിയോട് 3000 പോരെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം 4000 ചോദിക്കാനായിട്ട് കൃഷ്ണൻകുട്ടിയോട് വിജയലക്ഷ്മി പറയുന്നു. തുടർന്ന് 5000 എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം ഇതെന്താ അറവ് വിലയാണോ, ഇത്രയ്ക്കൊന്നും പാടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ ജയന്തി ജനതയ്ക്ക് തലവെച്ചെന്നല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നല്ലോ, ഇത്രയ്ക്ക് വേണം, ഗ്യാസിനൊക്കെ വില കൂടിയത് അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻകുട്ടി പറയുന്നതൊന്നും ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ശാരദാമ്മ അയാളോട് പറയുന്നുണ്ട്, സാറിന് ഇഷ്ടമുള്ളത് തന്നാൽ മതിയെന്ന്. അന്നേരം അത് പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവർ പറയുന്നതാണ് അതിൻ്റെ വില, അത് കൊടുക്കാതിരുന്നാൽ അതിൽ കണ്ണീര് വീഴും, പിന്നെ അത് കഴിച്ചാൽ ഞങ്ങൾക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് 5000 രൂപ തന്നെ എണ്ണി കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കൃഷ്ണ മെസ്സ് കണ്ടിട്ടൊന്നുമല്ല, കുടുംബശ്രീക്കാരാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. തുടർന്ന് പൈസയൊക്കെ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. എന്നിട്ട് അയാൾ ഓട്ടോയിൽ കയറി അങ്ങ് പോകുന്നുണ്ട്.
തുടർന്ന് ആ പൈസയിൽ നിന്ന് കൃഷ്ണൻകുട്ടി അമ്മാവൻ 1000 രൂപ എടുത്തിട്ട് നീ ചോദിച്ച 4000 രൂപ ഇതാണെന്നും പറഞ്ഞ് വിജയലക്ഷ്മി കൊടുക്കുന്നുണ്ട്. തുടർന്ന് വിജയലക്ഷ്മിയും അതിൽ നിന്ന് 1000 എടുത്തിട്ട് ശാരദാമ്മ ചോദിച്ച 3000 എന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ്. അന്നേരം ആ കാശ് കൈയിൽ നീട്ടി വാങ്ങിച്ചിട്ട് ഇത് മോൾ ആദ്യമായിട്ട് തുടങ്ങിയ സംരംഭമല്ലേ, ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ശാരിക്ക് കൊടുക്കുകയാണ്. അന്നേരം അത് വേണ്ട, ഇതെൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് അമ്മ എടുത്താൽ മതി എന്നും പറഞ്ഞ് ശാരിക നിൽക്കുകയാണ്. അന്നേരം അത് പറ്റില്ല, മോളല്ലേ അധ്വാനിച്ചത്, അമ്മ ഇതിൽ നിന്നും കാശ് എടുക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അതിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് ബാക്കി പൈസ മുഴുവൻ ശാരിക ഏൽപ്പിക്കുകയാണ്. അന്നേരം ശാരിക സന്തോഷത്തോടു കൂടി വാങ്ങുന്നുണ്ട്. ഇതേസമയം ശാരിക ആ പൈസ മുഴുവൻ ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണെന്ന് തോന്നുമ്പോൾ ആദ്യം വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടി അമ്മാവനും ഒക്കെ ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷേ പിന്നീട് ശാരദാമ്മ 100 രൂപ എടുത്തിട്ട് ബാക്കി അങ്ങ് കൊടുക്കുമ്പോൾ അവർക്കങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ശാരദാമ്മ പോകാൻ നേരം ശാരികയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ എന്ന് വന്നാലും നെഞ്ചിലൊരു നീറ്റലില്ലാതെ ഞാൻ പടിയിറങ്ങിയിട്ടില്ല. പക്ഷേ പണത്തിന് വേണ്ടിയാണെങ്കിലും ഇപ്പോൾ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും നിന്നോടൊരു സ്നേഹമൊക്കെയുണ്ട്, അത് നീ കളയരുത്. പിന്നെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഭക്ഷണത്തിൽ നീ മായം ചേർക്കരുത്, അന്നം ഉണ്ടാക്കുന്നതിൽ വേറൊരു ക്രമക്കേടും കാണിക്കാൻ പാടില്ല എന്നൊക്കെ ശാരികയെ ഉപദേശിക്കുകയാണ് ശാരദാമ്മ. ഇതൊക്കെ കേട്ട് ശാന്ത കൂടെ നിൽക്കുന്നുണ്ട്. അന്നേരം എന്താണ് പറയുന്നത് എന്ന രീതിയിൽ കൃഷ്ണൻകുട്ടി അമ്മാവനും വിജയലക്ഷ്മിയും നിൽക്കുകയാണ്. തുടർന്ന് എൻ്റെ മോള് നന്നായി വരും എന്നൊക്കെ ശാരികയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം അത് കേട്ടങ്ങ് സന്തോഷിച്ച് ശാരിക ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അവിടെ നിന്ന് ശാന്തയും കൂട്ടി പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ പോയ ശേഷം ശാരിക തിരികെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്നിട്ട് ശാരിക അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ്. അന്നേരം അവിടെ നിന്ന് ആ കാശിങ് തന്നേന്നും പറഞ്ഞ് ശാരികയുടെ കയ്യിൽ നിന്നും ബലമായിട്ട് വിജയലക്ഷ്മി രൂപ പിടിച്ചു വാങ്ങുകയാണ്. 3000 രൂപ സമ്പാദിച്ചു എന്ന് കരുതി വലിയ ദേഹഗണക്കാരിയൊന്നും ആവണ്ട, നീ ഇവിടെ നിന്നും തിന്ന് മുടിച്ചതിൻ്റെ പാതി പോലും ആയിട്ടില്ല ഇത് എന്നും പറഞ്ഞ് ശാരികയെ വഴക്ക് പറഞ്ഞിട്ട് ആ പൈസയും വാങ്ങി വിജയലക്ഷ്മിയും അമ്മാവനും അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ആകെ സങ്കടപ്പെട്ട് ശാരദാമ്മ പോയ വഴിയെ നോക്കി മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ശാരിക. ഇതേസമയം സുസ്മിത രോഹിതിനെ കണ്ടതും ഇനി അവനെ ഒതുക്കാൻ എന്താണ് വഴിയെന്നൊക്കെ ആലോചിക്കുകയാണ്. തുടർന്ന് സുസ്മിത ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം സുസ്മിത എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ജംഗ്ഷനിൽ നിന്ന് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു സുസ്മിത വിളിച്ചത്. എന്താ സുസ്മിത എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രനെ ഞാനൊരു പണി ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ സുസ്മിത നീ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അല്ല, ശാലിനി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു, ശാലിനി പരീക്ഷ എഴുതുകയും ചെയ്തു, കൂളായിട്ട് പാസ്സാവുകയും ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ സംസാരം ബാലചന്ദ്രൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രൻ പറയുകയാണ്, നീ ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ നിൻ്റെ വീട്ടിലെ വീട്ടുവേലക്കാരനൊന്നുമല്ല, മേലാൽ എന്നെ ഈ നമ്പറിലോട്ടൊന്നും വിളിച്ചു പോകരുത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കാവൽ നായക്കും ശൗര്യമോ, ഈ ഊളയെ വീഴ്ത്താൻ ഇനി എന്താണൊരു വഴി, കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇവനെ വീഴ്ത്താൻ ഇതേ ഉള്ളൂ വഴി എന്നും പറഞ്ഞ് സ്നേഹത്തോടു കൂടി ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. ഇതേസമയം ബാലചന്ദ്രൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, അവൾ കാരണം നിനക്ക് കുറേ പണി കിട്ടിയതല്ലേ, ഇനി എന്തിനാ വിളിക്കുന്നതെന്ന്. ഈ സമയത്താണ് സുസ്മിത വീണ്ടും വിളിക്കുന്നത്. അന്നേരം ഇവളെ ഞാനെന്നും പറഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് എറിയാൻ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഫോൺ എറിയൊന്നും വേണ്ട, നല്ലത് നാലങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. നല്ലത് നാല് ചീത്ത പറയാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ എടുക്കുകയാണ്. എന്താടി നീ വീണ്ടും വിളിച്ചത്, നിന്നോടല്ലേ മേലാൽ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞത് എന്നൊക്കെ അങ്ങ് കയർക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം അത് കേട്ട് പേടിച്ച് സുസ്മിതയുടെ ഫോൺ അങ്ങോട്ട് കയ്യിൽ നിന്നും വീഴാനൊക്കെ പോകുന്നുണ്ട്. അന്നേരം സ്നേഹത്തോടു കൂടി ബാലേട്ടാന്ന് നീട്ടി വിളിക്കുകയാണ് സുസ്മിത. ബാലേട്ടൻ ഇങ്ങനെ പിണങ്ങാതെ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത സംസാരിക്കുകയാണ്. സുസ്മിതയുടെ ആ വിളിയിലങ്ങ് മയങ്ങുകയാണ് ബാലചന്ദ്രൻ. എന്താ വിളിച്ചതെന്ന് ബാലചന്ദ്രൻ സ്വയം മറന്ന് ചോദിക്കുകയാണ്. എന്താ ബാലേട്ട അങ്ങനെ ചോദിച്ചത്, ഞാൻ ബാലേട്ട എന്നാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് സുസ്മിത സംസാരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ബാലേട്ടനുള്ള സ്ഥാനം എന്താണെന്നറിയാമോ, ദേഷ്യപ്പെടാനും വഴക്ക് കൂടാനും വഴക്ക് പറയാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ സുസ്മിത സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലങ്ങ് അലിഞ്ഞു നിൽക്കുകയാണ് ബാലചന്ദ്രൻ. വലിയ ദേഷ്യക്കാരനല്ലേ, എനിക്കിഷ്ടമായി എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം കൂട്ടുകാരുടെ അടുത്ത് നിന്നും മാറി അങ്ങോട്ട് പോയി എന്താ പറഞ്ഞതെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.